നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 101. പപ്പയോടും മമ്മയോടും യാത്ര പറഞ്ഞ് ജയ് റെയിൽവേ സ്റ്റേഷനിലേക്കിറങ്ങി. യാത്രയിലുടനീളം ജയ്യുടെ മനസ്സിൽ മീനു ആയിരുന്നു. മീനുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അവളെക്കുറിച്ച് തനിക്ക് തോന്നിയത് മുഴുവൻ തൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമാവണേ എന്നൊരു പ്രാർത്ഥനയും. അപ്പോഴേക്കും ജയ് റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലേക്ക് എത്തിയുടൻ ജയ്യെ തേടി ഒരു കോൾ എത്തി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് അമ്മുവായിരുന്നു. ഹലോ. ജയ് ഹലോ പറഞ്ഞു. ബ്രോ, എന്തായി, പുറപ്പെട്ടോ? ആ, റെയിൽവേ സ്റ്റേഷനിലാണ് മോളെ. ഓ, ഓക്കെ. അപ്പോൾ ബ്രോ വരുന്ന കാര്യം ഉറപ്പാണല്ലേ? അതെന്താ അങ്ങനെ ഒരു സംശയം? അല്ല, ഇനി എന്തെങ്കിലും പ്ലാൻ മാറിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല മോളെ, ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ബ്രോ നാളെ രാവിലെ ഇവിടെ എത്തുമല്ലേ? ആ, രാവിലെ എത്തും. എന്താ മോളെ, എന്തു പറ്റി? എന്തോ ഉള്ളിലെവിടെയോ ഒരു കുളിർ. കുളിരോ? അതെന്താ? എനിക്കറിയില്ല ബ്രോ, സന്തോഷം കൊണ്ടേ. സന്തോഷം കൊണ്ടോ? ഇതിലെന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? അത് പിന്നെ എന്നെ കാണാൻ വേണ്ടി ബ്രോ വരികയല്ലേ, അപ്പം ഞാൻ സന്തോഷിക്കണ്ടേ? ഇവള് മീനുവിൻ്റെ മോള് തന്നെ, ജയ് മനസ്സിൽ പറഞ്ഞു. ആ, എന്താ ബ്രോ ഒന്നും മിണ്ടാതെ? ആ, ഇല്ല, ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തതാ. എന്ത് കാര്യം? ഏയ് ഒന്നുമില്ല, മോള് പറ, ഞാൻ കേൾക്കാം. ബ്രോ, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ബ്രോവിനടുത്ത്. എന്നെ കാണാൻ വേണ്ടി ബ്രോ വരുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഈ രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബ്രോ. അല്ല മോളെ, ഇതിലെന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് പിന്നെ ബ്രോ എൻ്റെ ആരും അല്ലല്ലോ, നമ്മൾ തമ്മിൽ ഒരുപാട് പരിചയവുമില്ല. നമ്മൾ ആ ഒരൊറ്റ ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ബ്രോ വരെയല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വേണ്ടേ ബ്രോ? ഓ, അങ്ങനെ. അപ്പോൾ ആ സന്തോഷമാണ് മനസ്സിൽ, അല്ലേ? പിന്നെ അല്ലാണ്ട് ബ്രോ എൻ്റെ ബ്രോ ആണെന്ന് പറയുന്നതിനേക്കാളും എനിക്കിപ്പോൾ ബ്രോ എൻ്റെ വേറെ ആരൊക്കെയാണെന്ന് പറയാനാ തോന്നുന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? വേറെ ആരൊക്കെയാന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിച്ചേ? ഏയ്, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്താലോചിക്കായിരുന്നു? അല്ല, നമ്മൾ പെട്ടെന്നങ്ങ് അടുത്തുപോയി അല്ലേ ബ്രോ? മോളെന്തോ പറയാൻ വന്നല്ലോ, അക്കാര്യം തന്നെ പറ. മോളെൻ്റെ വേറെ ആരൊക്കെയാണെന്ന് പറയാൻ ആഗ്രഹിച്ചത്, അത് പറ. അല്ല, ബ്രോക്ക് കുറച്ചുകൂടി പ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു ബ്രോ ആണ് എൻ്റെ അച്ഛനെന്ന്. അച്ഛാന്നൊന്നും ഞാൻ വിളിക്കില്ല, കാരണം എനിക്ക് വേറെ ആളങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഡാഡിന്ന് ഞാൻ വിളിച്ചേനെ. പക്ഷേ ബ്രോയെപ്പോലെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരുത്തനൊക്കെ നോക്കി അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊന്നും എന്നെ വിശ്വസിക്കില്ല. അപ്പം പിന്നെ എനിക്കത് പറയാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നെ കാണാൻ വരുന്നത് എൻ്റെ അച്ഛനാണെന്ന്. അതെന്താ മോളെ അച്ഛനെ ഫ്രണ്ട്സിനൊന്നും അറിയില്ലേ? ജയ് പ്രതീക്ഷിക്കാതെ അങ്ങനെയൊരു ചോദ്യം അമ്മുവിനോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സൊന്നും എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല ബ്രോ, അതുകൊണ്ട് അവരൊന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ
എന്നെ കാണാൻ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് എനിക്കങ്ങ് വിലസാലോ. അതൊരു കാര്യമല്ലേ? അതെന്താ മോളെ? മോളെ കാണാൻ അച്ഛൻ വരാറില്ലേ? ജയ് സംശയത്തോടു കൂടി അമ്മുവിനോട് ചോദിച്ചു. "അം, അച്ഛന് തിരക്കല്ലേ ബ്രോ, ഒരുപാട് കാര്യങ്ങളല്ലേ തലയിൽ. അപ്പം പിന്നെ ഇവർ വിളിക്കുന്ന സമയത്തൊക്കെ വരാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്." ഓ, അങ്ങനെ. ഉം, ശരി. ബ്രോ, ഫുഡൊക്കെ കഴിച്ചായിരുന്നോ വരുമ്പോൾ? ആ, ഞാൻ കഴിച്ചിരുന്നു മോളെ. മോള് കഴിച്ചായിരുന്നോ? ആ, എനിക്ക് വിശപ്പേ ഇല്ല. സത്യം പറഞ്ഞാൽ നേരെ ഒന്ന് വെളുത്താൽ മതിയായിരുന്നു. ബ്രോയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എനിക്ക്. എന്താ മോളെ ഇത്രയ്ക്ക്? എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയണ്ടേ ബ്രോ? എൻ്റെ ഒരു സന്തോഷം എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയില്ല. ഇന്നത്തെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റില്ല. ആ, ബ്രോ ബ്രോയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഏയ് ഇല്ല, ഉറങ്ങാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. അല്ല, നമുക്ക് ഇന്നത്തെ രാത്രി അന്നത്തെ പോലെ സംസാരിച്ചിരുന്നാലോ? ആ, കാരണം എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. നേരം വെളുക്കുന്നതും കാത്തിരിക്കണം. അതുകൊണ്ടാ. ബ്രോയ്ക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്താ? ആ, ആയിക്കോട്ടെ, മോളുടെ ഇഷ്ടം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബ്രോ, എന്തുകൊണ്ടാ ബ്രോ തന്നെ ഞാൻ കുറച്ചുകൂടി വർഷം മുമ്പ് കണ്ടുമുട്ടാതിരുന്നേ? അതെന്താ അങ്ങനെയൊരു ചോദ്യം? അല്ല, കുറച്ച് മുമ്പേ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എനിക്ക് മുമ്പേ തന്നെ സ്നേഹം കിട്ടുമായിരുന്നില്ലേ? ഇതിപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായില്ലേ, കുറച്ച് മുമ്പേ കണ്ടുമുട്ടണമായിരുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ ബ്രോ? അങ്ങനെയൊക്കെ തോന്നുന്നു. ബ്രോയ്ക്ക് എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? വട്ടോ? ഇല്ല. എന്ത്? അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഏയ് ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. ബ്രോയെ പോലെ ഒരാൾ എൻ്റെ ലൈഫിലുണ്ടായാൽ ഞാൻ എന്ത് ഹാപ്പി ആയിരിക്കും എന്നറിയാവോ? അപ്പോൾ ഇതുവരെ മോളെ ഹാപ്പി ആയിരുന്നില്ലേ? ജയ്യുടെ ആ മറുചോദ്യത്തിന് മുന്നിൽ അമ്മു ഒന്നും മിണ്ടിയില്ല. അത് ഇതുവരെ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നാലും ബ്രോ ഇപ്പോൾ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ബ്രോയെ ഞാൻ നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിനേക്കാൾ ഹാപ്പി ആവുമായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ആണോ? ഇനിയിപ്പോൾ നേരത്തെ കണ്ടുമുട്ടാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇവിടെ മുതലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തു പറയുന്നു? ബ്രോ, എനിക്ക് ബ്രോയോടൊരു കാര്യം പറയാനുണ്ട്. ആ, പറഞ്ഞോ. എൻ്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും ബ്രോ പോവരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കേൾക്കണം. ഞാനെവിടെ പോവാനാ? അല്ല, കുറച്ച് കഴിഞ്ഞാൽ ബ്രോയുടെ ലൈഫിൽ ഒരു പക്ഷെ ഒരു പെണ്ണ് വരുമല്ലോ. ആ, പെണ്ണോ? അതായത് ബ്രോ കല്യാണം കഴിക്കുമല്ലോ. ഓ, അങ്ങനെ. അപ്പോൾ അപ്പോഴും എനിക്ക് ബ്രോയുടെ ലൈഫിൽ ഒരു സ്പേസ് അത് തരണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ബ്രോയുടെ ലൈഫിൽ ഇനി ആര് വന്നാലും എൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഉണ്ടാവില്ലേ ബ്രോ? പിന്നെന്താ, ഉണ്ടാവുമല്ലോ. മോൾ പേടിക്കണ്ട, ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അതെന്താ ബ്രോ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞേ?
എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട്. കല്യാണത്തോടെ താല്പര്യമില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കില്ല. എന്താ പോരെ? ഓ, അങ്ങനെ. എനിക്കിപ്പോൾ മോളെ കിട്ടിയില്ലേ. ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ആ, അതെന്താ അങ്ങനെ പറയുന്നേ? അല്ല, കല്യാണം കഴിക്കാതെ തന്നെ ഒരു മോളെ തന്നില്ലേ ദൈവം. ഇനിയിപ്പോൾ ഇനിയൊരു കല്യാണത്തിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു മോളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവമായിട്ട് കൊണ്ടുവന്നൊരു വഴിയാണിതെന്ന്. വഴിയോ? എന്ത് വഴി? അ, അല്ല അല്ല, മോളെ ഞാൻ കണ്ടുമുട്ടിയത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ. താൻ എന്നെ ബ്രോ എന്നാണ് വിളിക്കുന്നതെങ്കിലും എനിക്ക് താൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ. എന്താ പറഞ്ഞേ? താൻ എന്നെ ബ്രോ എന്നാണ് വിളിക്കുന്നതെങ്കിലും എനിക്ക് താൻ എൻ്റെ സ്വന്തം മോള് തന്നെയാ എന്നാ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? സത്യമായിട്ടും? സത്യമായിട്ടോടോ. എൻ്റെ ലൈഫിൽ വിവാഹത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ മോളെ ഞാൻ മിസ് ചെയ്യില്ല, അതുറപ്പാ. മോളെ എനിക്ക് വേണം, എൻ്റെ സ്വന്തം മോളായിട്ട്. അമ്മു, എന്താ ഒന്നും മിണ്ടാതെ? എന്താ മോളെ, എന്താ നീ ഒന്നും മിണ്ടാതെ? ആ, എന്തു ബ്രോ, എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. മോള് കരഞ്ഞോ? ആ, കണ്ണിൽ അറിയാതെ ചെറിയൊരു നനവ്. ആനന്ദ കണ്ണീരെന്നൊക്കെ പറയില്ലേ, അത്. എൻ്റെ ആരുമല്ലാത്തൊരാൾ എന്നെ സ്വന്തം മോളായി കാണാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീലൊക്കെ വല്ലാത്തൊരു ഫീലാണ് ബ്രോ. ബ്രോ, ഇത് ഞാൻ കൂടെയുള്ളപ്പോൾ എൻ്റെ മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നേനെ. ഓ, സത്യം. എനിക്ക് എന്തിഷ്ടമാണെന്നറിയാമോ ബ്രോയെ? എനിക്കും ഒരുപാട് ഇഷ്ടമാണ് മോളെ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ബ്രോ, എന്താ മോളെ? ഞാൻ പറഞ്ഞല്ലോ, ബ്രോയുടെ ലൈഫിൽ ഇനി ആരൊക്കെ വന്നാലും അവരൊന്നും എനിക്ക് പകരമാവരുത്, പ്ലീസ്. ഇല്ല, മോക്ക് പകരമായിട്ട് ആരും എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നില്ല. സത്യം, സത്യം. ഞാൻ സെൽഫിഷാണോ ബ്രോ? ഹേയ്, അല്ല. എന്തോ എന്നിങ്ങനെ ആരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല ബ്രോ. അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. എന്താ മനസ്സിലായില്ല? അതിപ്പോൾ ബ്രോ എന്നെ മനസ്സിലാക്കുന്ന പോലെ എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല ബ്രോ. അതാ ഞാനിങ്ങനെയൊക്കെ. ബ്രോ പെട്ടെന്നാ എൻ്റെ മനസ്സിലിടം തേടിയത്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. എത്ര തവണയാ ഈ താങ്ക്സ് ഞാൻ കേൾക്കണ്ടേ? നമുക്കിടയിൽ എന്തിനാ ഈ താങ്ക്സും സോറിയൊക്കെ? മോക്ക് ഇഷ്ടമുള്ളത് തന്നെ വിളിക്കാം. അച്ഛനായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. എന്തായാലും അച്ഛനാവാൻ എനിക്ക് പറ്റില്ല. പക്ഷേ മോളെന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഓക്കെ? കാരണം ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് മോളെ കാണുന്നത്. ബ്രോ, എന്നെ ഇങ്ങനെ കരയിപ്പിക്കില്ലേ പ്ലീസ്.
അയ്യേ, നീ അമ്മയുടെ മോള് തന്നെ. എന്തിനാ ബ്രോ അങ്ങനെ പറയുന്നേ? ആ, ഐ ആം സോറി മോളെ, പെട്ടെന്ന് പറഞ്ഞു പോയതാ. ഈ മോളുടെ അമ്മയ്ക്കും ഈ ഒരു സ്വഭാവമുണ്ട്. ചെറിയ കാര്യത്തിൽ സന്തോഷിക്കുക, എന്തിനാണെന്നറിയാതെ സന്തോഷിക്കുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതൊക്കെ അമ്മയുടെ അതേ സ്വഭാവമാണ് മോൾക്ക് എന്ന് ഞാൻ ഓർത്തതാ. പ്ലീസ് ബ്രോ, അവരും എന്നെയും കമ്പയർ ചെയ്യല്ലേ. നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നല്ല സന്തോഷ നിമിഷങ്ങൾ അവരുടെ പേര് പറഞ്ഞ് ഇല്ലാതാക്കല്ലേ പ്ലീസ്. ഞാൻ അവരുടെ മകളാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല ബ്രോ. ആ, ഓക്കെ ഓക്കെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഇനി പറയില്ല, പോരെ? ഓക്കെ ബ്രോ. സോറി ബ്രോ, പറഞ്ഞത് ഹേർട്ടായി പോയോ? ആ, ഇല്ല മോളെ, എനിക്ക് മനസ്സിലായി. ആ, ഓക്കെ. അവരെൻ്റെ അമ്മയല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ഒരു പെണ്ണായിരുന്നു ബ്രോ. അവരെൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? ബ്രോയ്ക്ക് അറിയാത്തോണ്ടാ, അവരെന്താന്ന് മനസ്സിലാവാത്തോണ്ടാ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരെയാവുന്നത് വെറുതെ അല്ല ബ്രോ. മോളെ ഐ എം സോറി. സാരമില്ല, ഇനി പറയാതിരുന്നാൽ മതി. ഇനി ആവർത്തിക്കില്ല, പോരെ? ഓ, ഞാൻ വിളിക്കാം കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ. ആ, ഓക്കെ മോളെ, ബൈ. ഓക്കെ, ബൈ. ഇതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ജയ്യുടെ മനസ്സിൽ വീണ്ടും ആ പഴയ ചിന്ത മുളപൊട്ടി. അമ്മുവും മീനുവും തമ്മിലുള്ള പ്രശ്നമെന്ത്? എന്തുകൊണ്ടായിരിക്കും അമ്മു മീനുവിനെ ഇത്രത്തോളം വെറുക്കുന്നത്? മീനുവിനെ ഇത്രത്തോളം വെറുക്കാനുള്ള അമ്മുവിൻ്റെ കാരണം എന്തായിരിക്കും? അതെന്ത് തന്നെയായാലും അത് കണ്ടുപിടിക്കണം, ആ പ്രശ്നം അവസാനിപ്പിക്കണം. ജയ് മനസ്സിൽ കരുതി. അമ്മയ്ക്ക് നൽകിയ വാക്കാണ്, അത് പാലിക്കണം. ജയ്യെപ്പോലെ നിങ്ങളും അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഉടൻ തന്നെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.